പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡില് അപ്പുമോള് വേദയോട് ചോദിക്കുക, അല്ല വേദ ചെറിയമ്മ എന്താ ഇവിടെ കിടക്കുന്നത്? അപ്പോൾ വേദ അത് പിന്നെ എനിക്ക് ഇവിടെ ഇഷ്ടമെന്ന് പറയുമ്പോൾ അപ്പുമോള് പറയാം, എങ്കിൽ പിന്നെ ഞാനും ചെറിയമ്മയുടെ കൂടെ കിടക്കാം. അപ്പോൾ വേദ പറയുകയാണ്, എങ്കിൽ ഞാൻ ഒരുപാട് കഥ പറഞ്ഞു തരാം. ഇത് കേൾക്കുമ്പോൾ അപ്പുമോള് പറയുകയാണ്, അമ്മ പറഞ്ഞിരുന്നു വേദ ചെറിയമ്മയ്ക്ക് കുറേ കഥ അറിയാമെന്ന്. എന്തായാലും എനിക്ക് കഥ പറഞ്ഞു തരണോ എന്ന് പറയുമ്പോൾ വേദ പറയാം, കഥ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ ചോദ്യം ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ അപ്പുമോള് പറയാം, ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഈ വിക്രമാദിത്യ കഥകളിലെ വേതാളം അവസാനം ചോദ്യം ചോദിക്കും. അതുകൊണ്ടാണ് ചെറിയച്ഛൻ വേദ ചെറിയമ്മയെ വേതാളം എന്ന് വിളിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ വേദ പറയാം, ഇടി കള്ളി എന്നിട്ട് ഒരു കുതിരയുടെ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അവസാനം സാരാംശമായിട്ട് പറയുകയാണ്, ആരൊക്കെ മാറ്റി നിർത്താനും പിരിക്കാൻ ശ്രമിച്ചാലും യഥാർത്ഥ സ്നേഹമുള്ളവർ തമ്മിൽ എന്നും ഒന്നിക്കും. അവരെ ഒരിക്കലും പിരിച്ചു നിർത്താൻ പറ്റില്ല. ആ സ്നേഹം സത്യസന്ധമായിരിക്കും. ഇതൊക്കെ കേട്ടിട്ട് അപ്പം മോൾക്ക് സന്തോഷമാവുന്നു. അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ശ്രീജ പറയുകയാണ്, അതിലാണ് ഞാനും വിശ്വസിച്ചിരിക്കുന്നത്. അപ്പോൾ വേദ പറയാം, ശ്രീജേടത്തി ഒരു കാര്യം കൊണ്ടും വിഷമിക്കേണ്ട. എന്നായാലും ഒരിക്കലും ആർക്കും ഇങ്ങനെ ഇത്രയും നാളൊന്നും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. എല്ലാവരുടെ ജീവിതത്തിലും എന്നായാലും ഒരു മാറ്റം ഉണ്ടാവും ശ്രീജേടത്തി, വിഷമിക്കാതെ എന്ന് പറയുമ്പോൾ ശ്രീജയാണെങ്കിൽ അപ്പുമോളെ വാ നമുക്ക് പോയി കിടക്കാം എന്ന് പറയുമ്പോൾ അപ്പുമോള് പറയാം, ഞാൻ ഇന്ന് ചെറിയമ്മയുടെ കൂടെ ഇവിടെ ആണല്ലോ കിടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വേദ പറയാം, ഇന്ന് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ മോള് കിടന്നോ, നാളെ മുതൽ ചെറിയമ്മയുടെ കൂടെ കിടന്നാൽ മതി. അത് മാത്രമല്ല ചെറിയച്ഛനാണെങ്കിൽ ഇതുവരെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നില്ലല്ലോ, ചെറിയമ്മ അതൊക്കെ കഴിഞ്ഞിട്ടേ ഉറങ്ങൂ, മോള് ചെല്ല്. അങ്ങനെ വേദയാണെങ്കിൽ വിക്രമിനെ കാത്തിരിക്കുകയാണ്. ശ്രീജ മോളുമായിട്ട് മുറിയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ പെട്ടെന്ന് വിശ്വം ചോദിക്കുക, അല്ല എവിടെ ആയിരുന്നു? അപ്പം മോൾ ഞാൻ ചെറിയമ്മയുടെ കൂടെ ആയിരുന്നു എന്ന് പറയുമ്പോൾ വിശ്വം ചോദിക്കുക, ചെറിയമ്മ കഥയൊക്കെ പറഞ്ഞു തന്നോ? അപ്പോൾ അപ്പുമ്മോള് പറയാം, കഥ പറഞ്ഞു തന്നല്ലോ. കഥയുടെ പൊരുൾ എന്താണെന്നറിയോ? സ്നേഹമുള്ളവർക്ക് തമ്മിൽ ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ലെന്ന്. അപ്പോൾ വിശ്വം പറയാം, അത് സത്യമല്ലേ? അപ്പോൾ അത് കേട്ടിട്ട് അപ്പുമ്മോള് പറയാം, എന്നിട്ടെന്താ അച്ഛൻ എന്നെ പിരിഞ്ഞിരിക്കുന്നത്? അച്ഛൻ അമ്മയും എന്നെ അവിടെ കൊണ്ട് നിർത്തിയിരിക്കുകയല്ലേ, എന്താ എന്നെ കാണാൻ പോലും വരാത്തത്? അപ്പോൾ എന്നോട് സ്നേഹമില്ലേ? ഇത് കേട്ടിട്ട് ശ്രീജ പറയാം, മോളെ എനിക്ക് ഒരുപാട് ഇഷ്ടം, മോൾ അങ്ങനൊന്നും വിചാരിക്കല്ലേ എന്ന് പറഞ്ഞ് കരയുമ്പോൾ വിശ്വം പറയാം, നീ ഇതിനിങ്ങനെ ഇമോഷൻ ആവുന്നത്? അതിന് മോള് കുറേ നാൾക്ക് ശേഷം നമ്മൾ ഒരുമിച്ച് കണ്ടുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നതല്ലേ. അപ്പോൾ ശ്രീജ പറയാം, നിങ്ങൾക്കൊന്നും തോന്നില്ല, നിങ്ങൾക്ക് യാതൊരു വിഷമവും തോന്നുന്നില്ല, നീ ഇതിനിങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ മോള് പറയാം, അമ്മ കരയാൻ കാരണം അച്ഛൻ തന്നെയാണ്. അച്ഛനൊരു ജോലിക്കും പോകാത്തോണ്ടല്ലേ അമ്മ എന്നെ അവിടെ നിർത്തി പഠിപ്പിക്കുന്നത്, ഇങ്ങോട്ട് കൊണ്ടുവരാത്തത് അച്ഛൻ തന്നെയാണ് എല്ലാത്തിനും കാരണം. അച്ഛൻ എന്താ ജോലിക്ക് പോകാത്തത്? അപ്പോൾ വിശ്വം പറയാം, അത് ഞാൻ പോവുമല്ലോ. അപ്പോൾ അപ്പുമോള് പറയാം, നാളെ പോവോ? അപ്പോൾ വിശ്വം, അല്ല അതിനൊരു ജോലി വേണ്ടേ, ജോലി കിട്ടുമ്പോൾ പോവെന്ന് പറയുമ്പോൾ അപ്പുമോള് പറയാം, അച്ഛനെന്താ ജോലി ചെയ്യാൻ മടിയാണോ? അപ്പൂപ്പനും മാമനും ഒക്കെ പറയുന്നത് അച്ഛന് മടിയാണെന്നാ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിശ്വം പറയാം, മടിയൊന്നുമല്ല മോളെ, ജോലി ഇല്ലാത്തതുകൊണ്ടല്ലേ. അങ്ങനെ ശ്രീജയും വിശ്വവും ഓരോന്ന് പറഞ്ഞ് പരസ്പരം വഴക്കിടുമ്പോൾ അപ്പുമോൾ പറയാം, നിങ്ങൾ തമ്മിൽ വഴക്കിടാതെ മോക്ക് അത് സങ്കടമാവും. പെട്ടെന്ന് ശ്രീജ, ഞങ്ങൾ തമ്മിൽ ഇനി വഴക്കിടില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ അപ്പുമോൾ രണ്ടുപേരും ചേർത്ത് പിടിക്കുകയാണ്. ശ്രീജ ആണെങ്കിൽ തുറച്ചു നോക്കുകയാണ് വിശ്വത്തിനെ. അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രം വീട്ടിലേക്ക് വരുമ്പോൾ വേദ വരാതെ തന്നെ വിക്രമിനെ കാത്തിരിക്കുന്നു. അപ്പോൾ വിക്രം വേദയുടെ അരികിലേക്ക് വരുന്നു. അപ്പോൾ വേദ പറയാം, എവിടെ പോയിരുന്നു? നിങ്ങളുടെ ശ്രീനിവാസിനെ കാണാൻ പോയതാണോ? എന്നിട്ട് എന്തായി കാര്യങ്ങൾ? അപ്പോൾ വിക്രം പറയാണ്, ദേ സാറിനെ പേരെടുത്ത് അങ്ങനെ ആരും വിളിക്കാറില്ല, നീ അങ്ങനെ വിളിക്കണ്ട എന്ന് പറയുമ്പോൾ വേദ പറയാം, അത് നിങ്ങളെപ്പോലുള്ളവർ വിളിക്കാതിരുന്നാൽ മതി. ഞങ്ങളിവിടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയെ വരെ പേരെടുത്താണ് വിളിക്കുന്നത്. അപ്പോൾ ചർച്ചയ്ക്കൊടുവിൽ എന്തായി തീരുമാനം? അടുത്ത സെക്രട്ടറി ആയിട്ട് നിങ്ങളെ തന്നെ ഉറപ്പിച്ചോ? അല്ല സഖാവ് കൈ കഴുകിയിട്ട് വാ, ആഹാരം എടുത്തു തരാമെന്ന് പറയുമ്പോൾ വിക്രം പറയാം, ദേ കളിയാക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം, ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ പേരെടുത്ത് വിളിക്കുമ്പോൾ നീ അത് ആലോചിച്ച് കണ്ടും വേണം സംസാരിക്കാൻ എന്ന് പറയുമ്പോൾ വേദ പറയാം, നിങ്ങളെ പോലുള്ള ഗുണ്ടകളെ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ എടുക്കുന്നില്ലേ, നിങ്ങളെ പോലുള്ളവരല്ലേ രാജ്യം ഭരിക്കാൻ പോകുന്നത്, ഇനി രാജ്യത്തിന്റെ ഗതി എന്താവോ എന്തോ. ഇതൊക്കെ കേട്ടിട്ട് വിക്രം ദേശം അവിടെ നിന്ന് പോകുമ്പോൾ വേദ പറയാം, അല്ല നിങ്ങൾ പാർട്ടിയിലേക്ക് സെക്രട്ടറി ആവാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അച്ഛൻ വീണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ വിക്രം പറയാം, അച്ഛനെന്താ സംഭവിച്ചത്? അപ്പോൾ വേദ പറയാണ്, അപ്പുമോക്ക് കളിപ്പാട്ടം വാങ്ങാൻ പോയതാ, വരുന്ന വഴിക്ക് അച്ഛനെ ഓട്ടോ ഇടിച്ചെന്നാ പറഞ്ഞത്. ഇത് കേൾക്കുമ്പോൾ വിക്രം സങ്കടത്തോടെ പെട്ടെന്ന് അച്ഛനെ കാണാനായിട്ട് പോകുന്നു. വേദ അവിടെ നിന്ന് പറയുന്നുണ്ട്, അച്ഛൻ കിടന്നോട്ടെ, വിളിക്കല്ലേ എന്ന് പറയുന്നുണ്ട്. വിക്രം ആണെങ്കിൽ ഓടിച്ചെന്ന് അച്ഛൻ്റെ മുറിയിൽ ചെന്നിട്ട് എത്തി നോക്കുകയാണ് അച്ഛനെ. അപ്പോൾ മാഷാണെങ്കിൽ അവിടെ ഉറങ്ങാതെ കൈയൊക്കെ തടവി ഇങ്ങനെ കിടക്കുന്നത് വിക്രം കാണുന്നു. വിക്രമിന് സങ്കടമൊക്കെ വരുന്നുണ്ട്, പക്ഷെ അകത്തേക്ക് കയറുന്നില്ല. അമ്മ ഇത് കണ്ടിട്ട് വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ വിക്രം വേണ്ട എന്നിങ്ങനെ പറയാണ്. അങ്ങനെ വേദ ഇതെല്ലാം കാണുന്നുണ്ട്. വിക്രം സങ്കടത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ വേദ ചോദിക്കുക, നിങ്ങൾക്ക് ആഹാരം വേണ്ടേ? അപ്പോൾ വിക്രം പറയാണ്, വേണ്ട, ഞാൻ കഴിച്ചിട്ടാണ് വന്നത്.
അങ്ങനെ അമ്മയാണെങ്കിൽ വേദയെ നോക്കി ചിരിക്കുന്നു. അമ്മയ്ക്ക് സന്തോഷമാവുന്നുണ്ട് വിക്രം അച്ഛനെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ. വേദയ്ക്കും സന്തോഷമാവുന്നു. പിന്നെ വിക്രം പുറത്തേക്ക് വരുമ്പോൾ വിശ്വം ചോദിക്കുക, അല്ല നീ അച്ഛന് ഡ്രസ്സ് മേടിക്കാൻ വേണ്ടി ഒരു ദിവസം എന്ത് ജോലിയാണ് ചെയ്തത്? അപ്പോൾ ചാക്ക് ചുമന്നതാണെന്ന് പറയുമ്പോൾ എന്താ ആ ജോലി സെറ്റാക്കി തരട്ടെ എന്ന് വിക്രം ചോദിക്കുമ്പോൾ വിശ്വം പറയാം, ഏയ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ചാക്ക് ചുമക്കുന്നത് എന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് വിശ്വ ഇങ്ങനെ പറയുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് വേദയുടെ അച്ഛന് അമ്മ മരുന്നെടുത്ത് കൊടുത്തിട്ട്, അല്ല അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു, എന്നിട്ട് നിങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ ശങ്കരനാരായണൻ പറയാണ്, ആ അമ്മ എന്നോടും പറഞ്ഞിരുന്നു വേദയെ കാണാൻ പോകുന്ന കാര്യമല്ലേ, എനിക്ക് എതിർപ്പൊന്നുമില്ല. ഇത് കേട്ടിട്ട് അമ്മ പറയാം, എതിർപ്പില്ലേ? നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ വേദയോട് ക്ഷമിച്ചോ എന്ന് ചോദിക്കുമ്പോൾ വേദയുടെ അച്ഛൻ പറയാണ്, ആ യാത്രയിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായി. ജീവിതവും മരണവും എല്ലാം ഞാൻ മുന്നിൽ കണ്ടു. ആ മരണത്തിനൊക്കെ മുന്നിൽ എന്തിനാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരു പകയും വിദ്വേഷമായിട്ട് നടക്കുന്നത്? എല്ലാവരുടെയും ജീവിതത്തിൽ പെട്ടെന്ന് വരാവുന്ന ഒരു കാര്യമാണ് മരണം. അതിന് മുന്നിൽ എന്തിനാണ് ഈ വിദ്വേഷമൊക്കെ ആയിട്ട് നടക്കുന്നത്? എനിക്ക് അവളോട് ഒരു ദേഷ്യവും ഇല്ലെന്ന് പറയുമ്പോൾ അമ്മ പെട്ടെന്ന് പറയുകയാണ്, എങ്കിൽ പിന്നെ ഞാൻ എൻ്റെ ഒരു ആഗ്രഹം കൂടി പറയട്ടെ. നമ്മുടെ കുറച്ച് ബന്ധുക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി എല്ലാവരുടെയും മുന്നിൽ വെച്ച് വേദയുടെ കല്യാണം നമുക്കൊന്ന് നടത്തിയാലോ? അപ്പോൾ ശങ്കരനാരായണൻ പറയാം, വീണ്ടും ഒരു കല്യാണമോ? അപ്പോൾ ഇത് കേട്ടിട്ട് അമ്മ പറയാം, നമുക്ക് എന്നും ഓർത്തിരിക്കാനായിട്ട് അവളുടെ കല്യാണം നടന്ന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. നമ്മുടെ ഉള്ളിൽ ആ കല്യാണത്തെ പറ്റി യാതൊരു സന്തോഷവും ഇല്ല. അതുകൊണ്ട് നമുക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം വിളിച്ച് ഒരു ചെറിയ രീതിയിൽ കല്യാണം നടത്തണം എൻ്റെ ഒരു ആഗ്രഹമാണെന്ന് പറയുമ്പോൾ ശങ്കരനാരായണൻ പറയാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷേ അവളുടെ വീട്ടിൽ അവിടെ ചെന്ന് സംസാരിച്ച് അവർക്കൊന്നും കുഴപ്പമില്ലെന്ന് വരുത്തിയിട്ട് വേണം അതിനെപ്പറ്റി ആലോചിക്കാൻ. അപ്പോൾ അമ്മ സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ ശ്രീകാന്ത് അകത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ ശ്രീകാന്ത് ചോദിക്കുക, അച്ഛൻ ഈ കാണിക്കുന്നതെല്ലാം എല്ലാം മറന്നുകൊണ്ട് എല്ലാം ചെയ്യുന്നത് അച്ഛൻ്റെ മനസ്സ് വരുത്തി തന്നെയാണോ? അപ്പോൾ ശങ്കരനാരായണൻ പറയാം, ഞാൻ ഈ പോയ വഴിക്ക് ഒരുപാട് മരണങ്ങളും ആ ജീവിതങ്ങളും കണ്ടതാണ്. അതുകൊണ്ട് എനിക്കിനി ഇതെല്ലാം മനസ്സിൽ കൊണ്ട് നടക്കാൻ പറ്റില്ല. വിക്രത്തിന് മാറ്റം ഉണ്ടെങ്കിൽ അത് പിന്നെ അംഗീകരിച്ചല്ലേ പറ്റൂ. അപ്പോൾ ശ്രീകാന്ത് പറയാം, ഒരിക്കലും മാറാൻ പോകുന്നില്ല. ആ ശ്രീകാര്യം ശ്രീനിവാസനെ എന്തായാലും അവനെ പാർട്ടിയിൽ തന്നെ നിർത്തി ഈ ഗുണ്ടാ പണിയെ നടത്താൻ പോകുന്നത്. അപ്പോൾ ശങ്കരനാരായണൻ പറയാം, എങ്കിൽ പിന്നെ നീ അതിനെ തെളിയിച്ചു കാണിക്കേ. എന്തായാലും ഞാൻ അവനൊരു മാറ്റം ഉണ്ടെങ്കിൽ ഈ കല്യാണത്തിന് അംഗീകരിക്കും. എനിക്ക് എൻ്റെ മകളോട് ഒരു ദേഷ്യവും ഇല്ലെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയാം, ഇനി എൻ്റെ വഴി നോക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് മാഷ് മുറിയിലിരിക്കുമ്പോൾ വിഷു അവിടേക്ക് വന്നിട്ട്, അച്ഛാ എനിക്ക് ഒരാവശ്യം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അച്ഛൻ പറയാണ്, ആ ഇനിയിപ്പോൾ എന്താ കാശിൻ്റെ ആവശ്യം വല്ലതും ആണോ? ഞാൻ ക്യാഷ് തരണമായിരിക്കും. അപ്പോൾ വിശ്വം പറയാം, അതല്ല അച്ഛാ, അച്ഛൻ്റെ സൈക്കിള് ഇന്നത്തേക്ക് എനിക്കൊന്ന് വേണം. അപ്പോൾ മാഷ് പറയാം, ഇന്നത്തേക്കോ? നിനക്കെന്താ ബസ്സിൽ പോയാൽ പോരെ? അപ്പോൾ വിശ്വം പറയാം, അല്ല അവിടേക്ക് പോകാൻ സൈക്കിൾ തന്നെ വേണം. അപ്പോൾ മാഷു പറയുകയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, സൈക്കിളിൻ്റെ ചെയിനൊന്ന് മാറ്റാനുണ്ട്. അപ്പോൾ വിശ്വൻ, അതൊക്കെ ഞാൻ മാറ്റിക്കോളാം അച്ഛാ എന്ന് പറഞ്ഞിട്ട് സൈക്കിളുമായിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ മാഷ് എന്തിനായിരിക്കും അവൻ സൈക്കിൾ ചോദിച്ചതെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് വേദയുടെ അമ്മയും മുത്തശ്ശിയും വേദയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അപ്പുമോളും വേദയും പെട്ടെന്ന് ഓടി ഇങ്ങനെ കളിച്ച് വരികയാണ്. ഇത് കാണുമ്പോൾ അപ്പുമോളെടുത്ത് ചോദിക്കുക, അല്ല ഏതാ ഈ കുട്ടി? അപ്പോൾ ശ്രീജ അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, ഇത് എൻ്റെ മോളാണ്. ആഹാ, മോൾ ഇവിടെ ഉള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ, എന്തെങ്കിലും ചോക്ലേറ്റ് എങ്കിലും വാങ്ങിക്കൊണ്ട് വന്നേനെ. അപ്പോൾ വേദ പറയാം, അല്ലല്ലോ ഇവക്ക് ചോക്ലേറ്റ് തീറ്റി കുറച്ച് കൂടുതലാണ്. അല്ല മോൾ എത്രല്ല പഠിക്കണമെന്ന് ചോദിക്കുമ്പോൾ 5-ലാണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശി പറയാം, എന്നിട്ടാണോ അമ്മയെ കൊണ്ട് വാരി കൊടുപ്പിക്കുന്നത്? അപ്പോൾ ശ്രീജ പറയാം, അതെൻ്റെ ആഗ്രഹത്തിന് ഞാൻ വാരി കൊടുക്കുന്നതാ, അവൾക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ അവൾ ഓടി ഇറങ്ങി വന്നത്. ഞാൻ അമ്മയെ വിളിക്കാം. ഈ സമയം കമല അവിടേക്ക് വന്നിട്ട്, നിങ്ങൾ എപ്പോഴാണ് വന്നത്? വാ അകത്തേക്ക് കയറിയിരിക്കുക. അങ്ങനെ അമ്മയും മുത്തശ്ശിയും അകത്തേക്ക് കയറി വരുന്നു. ഈ സമയം നന്ദിനി ഇവരെ കണ്ട് പുറത്തേക്ക് വരുമ്പോൾ അമ്മ പെട്ടെന്ന്, നീ ചായ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞാൽ നന്ദിനി അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. ഈ സമയം മാഷ് അവിടേക്ക് വരുന്നു. മാഷ് അവരോട് ഇരിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ മാഷിനോട് മുത്തശ്ശി ചോദിക്കുക, മാഷേ സുഖമാണോ? മാഷ് പറയാം, കുടുംബം നോക്കുന്ന 3 ആമക്കളായതുകൊണ്ട് അങ്ങനെയൊക്കെ സുഖമായിട്ട് ജീവിച്ചു പോകുന്നു. അപ്പോൾ മുത്തശ്ശി ചോദിക്കുക, അല്ല വിക്രം ഇല്ലേ? ഇത് കേൾക്കുമ്പോൾ വേദം മറുപടി പറയാനായിട്ട് വരുമ്പോൾ മാഷ് പറയുകയാണ്, അത് പിന്നെ ഓരോരുത്തരുടെ കുടുംബത്തിലെ ഓരോ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പോണ്ടേ, ഇപ്പം പിന്നെ പാർട്ടി പദവിയും കിട്ടിയില്ലേ, അതുകൊണ്ട് കുറച്ച് വൈകുമായിരിക്കും. ഇവിടുത്തെ ഓരോ വീട്ടിലെ കാര്യങ്ങളും നോക്കാനായിട്ട് നടക്കുമല്ലേ. ഇങ്ങനെ മാഷ് ഓരോ കാര്യങ്ങൾ കുത്തി പറയുമ്പോൾ അമ്മ പറയാം, മാഷേ ഒന്ന് മിണ്ടായിരിക്കും, വാ അകത്തേക്ക് ഇരിക്കാമെന്ന് പറയുമ്പോൾ മാഷ് പറയാം, അയ്യോ നിങ്ങളിവിടെ ഇരുന്നതുകൊണ്ടാണ് ഞാനിവിടെ ഇരുന്നത്, വാ അകത്തേക്ക് ഇരിക്കാം. അപ്പോൾ അമ്മ പറയാം, അകത്തേക്കിരുന്നാലും പുറത്തിരുന്നാലും എന്താ സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ ആ കാര്യം അങ്ങ് പറഞ്ഞാൽ പോരെ. അപ്പോൾ ഇത് എന്നിട്ട് വേദയുടെ അമ്മ പറയുകയാണ്, എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് വേദയും വിക്രമിനെയും ഇങ്ങനെ അങ്ങ് വിട്ടാൽ മതിയോ മാഷേ? അപ്പോൾ മാഷ് ചോദിക്കുക, എത്രയായ സ്ഥിതിക്ക്?
ഇത്രയും പറഞ്ഞുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. അടുത്ത അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് കാണുന്നവരെ താങ്ക്